ഹലോ വെൽക്കം ടു ടൊമ്മൂസ് വേൾഡ്. ഇന്ന് നമ്മൾ അബോട്ട്സ്ഫോർഡുള്ള ഒരു ടൂലിപ്സ് തോട്ടം കാണാനായിട്ടാണ് പോകുന്നത്. വളരെ മനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന ഒരു ഭംഗി എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് രസമുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ ടൂലിപ്സ് തോട്ടം. നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം എന്ന് പറയുന്നില്ലേ, അത്രയും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതും പല കളറ് പല ഭംഗിയിൽ ഇതിങ്ങനെ നിരനിരയായിട്ട് ഒരേ ഷെയ്ഡിനെ ഒരേ ലൈനിൽ നട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞങ്ങളിത് കണ്ടിങ്ങനെ വണ്ടർ അടിച്ചൊക്കെ നിൽക്കണം. എന്ത് രസമാണ് ഇത്! നമ്മൾ എവിടെ പോയി എന്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം, അത്രയും രസമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പം ഓരോന്ന് കാണുമ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ദൈവമേ, അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം തന്നെ ഇതെല്ലാം ചോടോടെ പറിക്കാനായിട്ട് അവർക്ക് കൊതിയോ. അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല വർണ്ണങ്ങളിൽ പല ഭംഗിയിൽ പലതരം ഇതളുകളൊക്കെ ആയിട്ടുള്ള ട്യൂലിപ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ ട്യൂലിപ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ കാണാനായിട്ട്. നമ്മുടെ നല്ല ഡയാന്തസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല്. പിന്നെ അങ്ങോട്ടേക്ക് പോകും തോറും ശരിക്കും ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് കണ്ട കറക്റ്റ് കറുത്ത ഒരു കളർ പൂവെന്ന് തോന്നുന്ന രീതിക്കുള്ള അത്രയും ഭംഗിയിൽ ഇങ്ങനെ പല വെറൈറ്റി ആയിരുന്നു. ആൻഡ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ട്യൂലിപ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു 10-60 കിലോമീറ്റർ ദൂരെയാണിത്. പക്ഷേ പോയത് വർത്താണെന്ന് തന്നെ പറയാം. ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിന് പോകുമ്പം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാത്തിൻ്റെയും വൈഡ് ക്ലോസപ്പ് എല്ലാ രീതിയിലും ഫോട്ടോസ് എടുക്കരുത്. കാരണം ഇതൊരു ഭയങ്കര കാഴ്ചയാണല്ലോ, നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്നില്ലല്ലോ. പണ്ട് അന്യൻ സിനിമയിൽ മറ്റേ പാട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത് വന്ന് ഇത് കാണും എന്ന് അന്ന് വിചാരിച്ചിരുന്നോ? അറിയത്തില്ല. എന്തായാലും വന്നു കണ്ടു. ആൻഡ് ഇവിടെ നല്ല അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഭയങ്കര നൈസായിരുന്നു. അതായത് കാണാൻ വന്നിരിക്കുന്ന നമ്മളെപ്പോലെ വന്നിരിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്നതാണ് പോയി ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. നമ്മുടെ നാട്ടിലൊരു ഐസ്ക്രീം പൂ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതിനെ കാണുമ്പോൾ. കറക്റ്റ് ആ ഒരു റെഡും യെല്ലോയും കൂടെ ഒരു തീയുടെ ഒരു കളറല്ലേ. പിന്നെ ഇത് കാണാൻ കറക്റ്റ് താമരപ്പൂ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ അടുത്തുനിന്ന് കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. ഒരു ശരിക്കും താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലുള്ള ഒരു താമരപ്പൊയ്ക എഫക്റ്റ്. പിന്നെ പറയണ്ടല്ലോ, എല്ലാ കളറിൻ്റെ പൂക്കളുടെയും മുൻപിൽ നിന്ന് ഫോട്ടോസ് പല ആംഗിളിൽ നമ്മൾ എടുത്ത് കളിക്കുമായിരുന്നു. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ വന്നിരുന്നവരുണ്ടോ. ഞങ്ങളിന്ന് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയത്. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ ഈ ഷെയ്ഡും ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡായിരുന്നു. അത് ഞാനിപ്പോൾ എല്ലാ പൂക്കൾ കാണുമ്പോഴും ഭംഗിയുണ്ടെന്ന് പറയില്ലേ, ഇതിനപ്പുറമായിരുന്നു അവിടെ വെച്ചിട്ട്. ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് നടന്ന് അടുത്ത പൂവിൻ്റെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾ പറയും, അയ്യോ ഇതാ ഏറ്റവും ഭംഗി. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പൂവെത്തും പറയും, അയ്യോ ഇത് അതിലും ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. ഒന്നിനെ എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം മനോഹരമായിരുന്നു. പിന്നെ അവിടെ ചെറിയ ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ അടുത്ത് അത്യാവശ്യം ചെറിയ ക്യൂ ഉണ്ട്, കാരണം നല്ല തിരക്കുള്ള സമയമായിരുന്നുകൊണ്ട് നല്ല വെതറും കൂടെ ആയിരുന്നു. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ആളുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തിരക്കുള്ളതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ മലയും എല്ലാമായിട്ട് എന്താ പറയുന്നത്, പോയി കാണേണ്ട ഒരു സംഗതി തന്നെയാണിത്. ഞാൻ ഓർക്കും നമ്മുടെ നാട്ടിൽ ഈ ടൂലിപ്സ് വളരില്ലായിരിക്കും അല്ലേ. ഇതിങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കണ്ടം പോലെ അതിനകത്താണ് ഇതിന് ഓരോ തടം എടുത്ത് അതിങ്ങനെ വരിയായിട്ട് നട്ടു വെച്ചേക്കാണ്. മഞ്ഞ റോസാപ്പൂ പോലെ ഇല്ലേ ഇതിനൊക്കെ കാണാനായിട്ട്. നമുക്കിങ്ങനെ ഒക്കെ ഇങ്ങനെ വാരി എടുത്തുകൊണ്ട് പോരാൻ തോന്നുന്നു പറഞ്ഞ പോലെ അത്രയ്ക്ക് രസമായിരുന്നു കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ലോട്ടസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ. ശരിക്കും ഞങ്ങൾ താമരപ്പൂവിൻ്റെ അടുത്ത് വന്നെടുത്ത ഫോട്ടോ പോലെ ഇല്ലേ. ഇത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇതും അതുപോലെ തന്നെയുണ്ട് താമരപ്പൂ പോലെ. ഇത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ മഞ്ഞയും ഞങ്ങളിങ്ങനെ മറ്റേ പണ്ട് നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കണ്ട അതേപോലെ ഉണ്ട്. അന്നൊക്കെ നമ്മളിത് കമ്പ്യൂട്ടർ പടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. എന്താ അല്ലേ, ഇതൊക്കെ ശരിക്കും ഉള്ളതാട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.